നമസ്കാരം. ഈ നല്ലൊരു സായം സന്ധ്യയിൽ ഈ കൽപ്പറ്റയുടെ ഒരു പരിച്ഛേദനം ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യമേ ഒരു കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെയും സുന്നിയുടെ രണ്ട് വിഭാഗങ്ങളുടെയും മറ്റു പലരുടെയും മുസ്ലിം സമുദായത്തിൻ്റെ മറ്റു വിഭാഗങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഏറെക്കുറെ അതിനോട് കിട്ടിയ ഗുണം, ഹിന്ദുവായ ഞാൻ എൻ്റെ നാട്ടിൻപുറത്തെ ഐത്യവും ശുദ്ധമുള്ളൊരു കാലത്ത് ഇവിടെ കൂടിയിരിക്കുന്ന 60 വയസ്സിന് മേപ്പോട്ടുള്ള ആളുകൾ പറഞ്ഞാലേ ഒരുപക്ഷെ അത് അറിയുകയുള്ളൂ. കേരളത്തിൻ്റെ ഒരു ചരിത്രം, ഒരു കാലത്ത് സമപ്രായക്കാരാണെങ്കിലും മനുഷ്യരാണെങ്കിലും തൊട്ടുകൂടായ്മയും വെളിപ്പെടുത്തു പോലും വരാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയായിരുന്നു ഞങ്ങളൊക്കെ വളർന്നു വന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പലതും അറിയാനും പഠിക്കാനും കഴിഞ്ഞിട്ടില്ല. എൻ്റെ സംശയം, എന്താണ് ഈ മുജാഹിദ് എന്ന വിഭാഗം, എന്തുകൊണ്ട് അതങ്ങനെ വരുന്നു എന്നുള്ള ഒന്ന് കുറഞ്ഞ വാക്കുകൾ മുഴുവൻ പറയാൻ ഒരുപക്ഷെ സാധിക്കാതിരിക്കില്ല. വളരെ ക്ലാസ്സുകൾ വേണ്ട വലിയൊരു വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് മുജാഹിദ് എന്നൊരു വിഭാഗം ഉണ്ടാകുന്നു ഞാൻ മനസ്സിലാക്കണം. മുഹമ്മദ് നബിയുടെ ഖുർആൻ വായിക്കാൻ പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട്, മുഴുവനായിട്ടൊന്നുമല്ല, അല്പാൽപ്പമായിട്ടൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നീടുണ്ടായ തലമുറകളുടെ വ്യത്യാസം തന്നെയാണോ, അത് മറ്റെന്തെങ്കിലും തരത്തിൽ ആശയപരമായ പ്രാർത്ഥനാപരമായ മാറ്റങ്ങളുണ്ടോ എന്നൊന്ന് അറിയിച്ചാൽ കൊള്ളാം എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ച് ശീലിച്ച പല ആശയങ്ങളെ പിന്തുടരുന്ന മനുഷ്യർ ആ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയും പരസ്പരം കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ആഹ്ലാദകരമായ, നമ്മളുടെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു അനുഭവമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇവിടെ ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായൊരു സംശയമാണ് ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. പിന്നെ KKS നായർ. പിന്നെ സംശയം ചോദിക്കുന്ന ആളുകൾ ജസ്റ്റ് ആദ്യം ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ നമുക്ക് സംസാരിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും തോന്നുന്നു. അപ്പോ അദ്ദേഹത്തോട് ആദ്യം തന്നെ നന്ദി പറയാണ്, അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചതിനും ചോദ്യം ഉന്നയിച്ചതിനുമല്ല. സ്വാഭാവികമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ നിരീക്ഷിക്കുമ്പോൾ ഇങ്ങനെ കുറെ സുന്നി, മുജാഹിദ്, ജമാഅത്ത് ഇങ്ങനത്തെ പിന്നെ കുറെ പ്രയോഗങ്ങളായിരിക്കും നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഇതൊക്കെ കുറെ സംഘടനകളാണ്. ഇപ്പൊ കേരളത്തില് നിങ്ങൾ ഈ കേൾക്കുന്നതൊക്കെ കുറെ മുസ്ലിം സംഘടനകളുടെ പേരുകളാണ്. ആ സംഘടനകൾ തമ്മിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നിടത്തും ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നിടത്തും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് വേറെ വേറെ സംഘടനകളായി പിന്നെ പ്രവർത്തിക്കുന്നത്. ആ സംഘടനകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായ സംഘടനകളാണ്. ആധുനിക കാലഘട്ടത്തിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നിടത്തും മനസ്സിലാക്കുന്നിടത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ വ്യത്യസ്ത സംഘടനകളായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. പക്ഷെ അതിനേക്കാൾ അധികം ഞാൻ വിചാരിക്കുന്നത്, അങ്ങയെപ്പോലുള്ള ആളുകൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായ സംഘടനകൾ, ആ സംഘടനകൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനം 1.5 സഹസ്രാബ്ദം മുമ്പ്, 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞ പ്രവാചകനും ആ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥവും അവയുടെ യഥാർത്ഥത്തിലുള്ള സന്ദേശം എന്താണ് എന്ന് പഠിക്കുവാനുള്ള ശ്രമമാണ് അങ്ങേപ്പോലുള്ളവർ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റത് പഠിക്കേണ്ടെന്നല്ല, കാരണം സ്വാഭാവികമായി നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിലുള്ള പലതരത്തിലുള്ള സംഘടനകൾ കാണുമ്പോൾ നമ്മൾക്ക് അതിലൊരു കൗതുകം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ സംഘടനകൾക്ക് അപ്പുറത്ത് ഈ ഇസ്ലാം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവിടെ സ്വാഭാവികമായി ഈ സംഘടനകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പോലും വസ്തുത എന്താണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അതായത് ഖുർആനെ പറ്റിയും മുഹമ്മദ് നബിയെ പറ്റിയും ആർക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അത് പഠിച്ചാൽ നമ്മൾക്ക് എന്തുകൊണ്ട് ഈ സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു, അതിലെവിടെയാണ് ശരിയെന്ന് പോലും മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ എളുപ്പമുണ്ടാവും. ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ വളരെ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ട കാര്യം, മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകനെ പറ്റി നിങ്ങളിൽ എത്ര പേർ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല.
മുഹമ്മദ് നബിയെ പറ്റി ഖുർആനിലുള്ള ഒരു പ്രയോഗമുണ്ട്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വ നദീറ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. ഖുർആൻ അറബി ഭാഷയിലാണ്, ഞാൻ അതേപോലെ ഉദ്ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആൻ പറയുന്നത്, ഖുർആനിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചവൻ മുഹമ്മദ് നബിയോട് പറയാണ്. നമ്മൾ ദൈവം, നമ്മൾക്ക് പലതരത്തിലുള്ള ദൈവസങ്കല്പങ്ങൾ ഉണ്ടാവും. നമ്മൾ ദൈവം എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ശക്തികളിലൂടെ പലരും വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷെ ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ദൈവം. ആ ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? അത് നമ്മളിപ്പോ ഹിന്ദുക്കൾക്കിടയിൽ കുറെ ശക്തികൾ ആരാധിക്കപ്പെടുന്നു, അല്ലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ആരാധിക്കപ്പെടുന്നു, മുസ്ലിങ്ങൾക്ക് അവരുടേതായ പ്രാർത്ഥനാ രീതികളുണ്ട്. അങ്ങനെ പല വൈവിധ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഖുർആനെ പറ്റി പറഞ്ഞു. ഖുർആൻ റമദാൻ മാസത്തിലാണ്. ഈ മാസത്തിന്റെ പ്രത്യേകത ഖുർആൻ അവതരിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഖുർആനിന്റെ അവതരണത്തിന്റെ തുടക്കങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മക്കയിലെ ഹിറ എന്ന് പറയുന്ന ഗുഹയിൽ മുഹമ്മദ് നബി ഇരിക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിന്റെ ഒരു ദൂതൻ നബിയുടെ അടുക്കൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ ദൂതൻ വന്നിട്ട് നബിക്ക് ആദ്യം തന്നെ ഖുർആനിലെ ചില വചനങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ആദ്യം തന്നെ മുഹമ്മദ് നബി കേട്ട വചനം ഇതാണ്: ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നീ വായിക്കുക, ഈ വേദഗ്രന്ഥം നീ പാരായണം ചെയ്യുക, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ ഈ വേദഗ്രന്ഥത്തിന്റെ പാരായണം നീ ആരംഭിക്കുക എന്നാണ് മുഹമ്മദ് നബിയോട് പറയുന്നത്. നിന്നെ സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സൃഷ്ടിച്ച ഒരു അസ്തിത്വമുണ്ട്, നമ്മളുടെ എല്ലാവരുടെയും സൃഷ്ടാവ്. ആ ഹിന്ദുവിനെ സൃഷ്ടിച്ചത് വേറൊരാളും, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചത് വേറൊരാളും, മുസ്ലിമിനെ സൃഷ്ടിച്ചത് വേറൊരാളാണോ? അല്ല, അങ്ങനെ ആരും പറയൂല. ലോകത്തിലെ എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് ഒരേ ഒരു ശക്തിയാണ്. അതേ ശക്തി തന്നെയാണ് ആകാശത്തെ സൃഷ്ടിച്ചത്, ആ ശക്തി തന്നെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, ആ ശക്തി തന്നെയാണ് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത്, ആ ശക്തി തന്നെയാണ് ഇവിടെയുള്ള ജീവജാലങ്ങളെയും പക്ഷികളെയും സസ്യങ്ങളെയും മൃഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത്. ആ ഒരേ ഒരു ശക്തിയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആ ശക്തിയാണ് നിങ്ങളുടെ ദൈവം എന്നാണ്. അതല്ലാത്ത മറ്റ് എന്തിനെയെങ്കിലും ദൈവമായി സ്വീകരിക്കുന്നതിന് പകരം ലോകത്തിലെ സകല മനുഷ്യരെയും സകല ജന്തുക്കളെയും ഈ ഭൂമിയെയും ആകാശത്തെയും ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു രക്ഷിതാവ്, ആ രക്ഷിതാവാണ് യഥാർത്ഥത്തിൽ ദൈവം. അതല്ലാതെ കുറെ ദൈവങ്ങൾ എന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേറെ ദൈവം, ക്രിസ്ത്യാനികൾക്ക് വേറെ ദൈവം, മുസ്ലിങ്ങൾക്ക് വേറെ ദൈവം എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്നുള്ളിടത്തു നിന്നാണ് ഖുർആൻ തുടങ്ങുന്നത്. ആ ദൈവം മനുഷ്യർക്കിടയിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചതാണ് മുഹമ്മദ് നബി. ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ വർത്തമാനങ്ങളാണ്, ആ ദൈവത്തിന്റെ വചനങ്ങളാണ്. അപ്പൊ അതിൽ ഖുർആൻ പറയാണ്, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വ നദീറ. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം മുഹമ്മദ് നബിയോട് പറയാണ്, നബിയെ, താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരിലേക്കുമായിട്ടാണ്, മുഴുവൻ മനുഷ്യരിലേക്കുമായിട്ടാണ്. ആ മനുഷ്യർക്ക് മുഴുവൻ ദൈവത്തിന്റെ സന്ദേശം കൈമാറുക എന്നതാണ് അങ്ങയുടെ ദൗത്യം. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. പക്ഷെ മനുഷ്യരിൽ കുറെ പേർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല, തിരിച്ചറിയാൻ അവസരം ഉണ്ടായിട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ സുന്നി മുജാഹിദും ജമാഅത്തും ഒക്കെ മറക്കുക. നമ്മൾ കേരളത്തിലെ സംഘടനകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ മറക്കുക. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും മറക്കുക. നമ്മൾ അടിസ്ഥാനപരമായ ഒരു മനുഷ്യനാണല്ലോ. അത് ഞാനും നിങ്ങളൊക്കെ മനുഷ്യരാണ്, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യരോട് മുഴുവൻ മനുഷ്യരെ സൃഷ്ടിച്ച മനുഷ്യരുടെ രക്ഷിതാവ് പറയാണ്, നിങ്ങൾ സകല മനുഷ്യരിലേക്കുമായി ഞാനൊരു ദൂതനെ നിയോഗിച്ചിരിക്കുന്നു, ആ ദൂതനാണ് മുഹമ്മദ് നബി എന്നാണ് പറയുന്നത്. ആ ദൂതനാണ് മുഹമ്മദ് നബി, അത് സകല മനുഷ്യരിലേക്കും. അപ്പൊ ലോകത്ത് മുഹമ്മദ് നബി മാത്രമാണോ ഇങ്ങനെ നിയോഗിക്കപ്പെട്ട പടച്ചവന്റെ പ്രവാചകൻ എന്ന് ചോദിച്ചാൽ അല്ല. മുഹമ്മദ് നബിക്ക് മുമ്പ് ഒരുപാട് നബിമാര് ലോകത്ത് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ലോകത്തെ എവിടെയൊക്കെ മനുഷ്യന്മാരുണ്ടായിട്ടുണ്ടോ, മനുഷ്യ സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവിടേക്കൊക്കെ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ മോശെ, യേശു എന്ന് പറയുന്നത്, നമ്മൾ ഭാരതത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഭാരതത്തിൽ ഒരുപാട് ധർമ്മ സംസ്ഥാപകർ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഖുർആൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അങ്ങനെ കുറെ പ്രവാചകന്മാർ വന്ന് അതിലൊരു അവസാനത്തെ പ്രവാചകനെ ലോകത്തിലെ മുഴുവൻ മനുഷ്യരിലേക്കുമായി പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് നിയോഗിച്ചു. ആ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ കയ്യിൽ പടച്ചോൻ ഒരു വേദഗ്രന്ഥം കൊടുക്കുകയാണ്. ആ വേദഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് പറയുന്നത് ഇത് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും ഉള്ളതാണെന്നാണ്.
ഞാനിത് ഇത്രയും പിന്നെയും നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം വേറെ വാക്കുകൾ ആവർത്തിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇത് സ്വാഭാവികമായി നമ്മളെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിത് മുസ്ലിങ്ങളത് മാത്രമല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എത്രത്തോളം നമ്മൾ ഇത് വസ്തുനിഷ്ഠമായി വായിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, നബിയെ എത്രത്തോളം, നബിയുടെ സന്ദേശം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആലോചിച്ച് നോക്കാം. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പടച്ചവൻ നമ്മളിലേക്കൊരു ദൂതനെ പറഞ്ഞയച്ചിട്ട്, ഒരു ഗ്രന്ഥം ആ ദൂതന്റെ കയ്യിൽ കൊടുത്തയച്ചിട്ട് നമ്മളത് പരിശോധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു അതിക്രമമല്ലേ? നമ്മൾക്കൊരു മെസ്സേജ് നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവ് കൊടുത്തയക്കാണ്. ആ മെസ്സേജുമായി ഒരു ദൂതൻ നമ്മൾക്കിടയിലേക്ക് വരികയാണ്. എന്നിട്ട് ഇത് നിങ്ങൾക്കുള്ള, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ സ്രഷ്ടാവിന്റെ വേദഗ്രന്ഥമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം നമ്മൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആ ഗ്രന്ഥം നമ്മൾ വായിക്കണ്ടേ? ആ പ്രവാചകനെ നമ്മൾ കേൾക്കണ്ടേ? ആ പ്രവാചകൻ എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? നമ്മൾ ആരും ആവട്ടെ, അതാണ് ഖുർആൻ പറയുന്നത്. ഖുർആന്റെ ഒരു ശൈലി അതാണ്. അതായത് യാ അയ്യുഹൻ നാസ് എന്നാണ് ഖുർആൻ വിളിക്കുന്നത്. മനുഷ്യരെ, എല്ലാ മനുഷ്യരെയാണ് ഖുർആൻ വിളിക്കുന്നത്. അതിൽ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ല. നമ്മൾ മനുഷ്യരാണെങ്കിൽ നമ്മൾ ഈ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ അത് പഠിക്കാൻ നമ്മൾ സ്വാഭാവികമായി നമ്മൾക്കൊരു ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പറയുന്നത് വെച്ചാൽ മുസ്ലിങ്ങളല്ലാത്തവർ ഖുർആൻ വായിച്ചാൽ കണ്ണുപൊട്ടുന്നതാണ്. ഇത് നമ്മളെ നാട്ടിലുണ്ടായ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ വിട്ടൊരു തെറ്റിദ്ധാരണയാണ് ഇത്. ചെറുപ്പത്തിൽ ചിലപ്പോൾ നിങ്ങൾക്കെല്ലാം അനുഭവം ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഇന്ന് മുസ്ലിം കുട്ടിയോട് കൂടെ പഠിക്കുന്നവരോട് ആ ഖുർആനും നോക്കട്ടെ, ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത് നീ നോക്കാൻ പാടില്ല, നീ ഇത് തൊട്ടാൽ ഇത് തുണിയിൽ പൊതിഞ്ഞിട്ട്, ഇങ്ങനെ പട്ടിൽ പൊതിഞ്ഞിട്ട് സൂക്ഷിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു സംഭവമാണ്. അതിന്റെ ഒരു വിരോധാഭാസം നമ്മൾ ആലോചിച്ച് നോക്കുക. ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ആ മനുഷ്യരുടെ സ്രഷ്ടാവ് അവതരിപ്പിച്ച ഒരു വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥം വായിച്ചാൽ ആൾക്കാരെ കണ്ണുപൊട്ടും എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇതെന്താണ്? ഇതൊരു അന്ധവിശ്വാസമാണ്. ഇതേപോലുള്ള അന്ധവിശ്വാസങ്ങൾ പല സമൂഹങ്ങളിലും ഉണ്ടായപ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സൂചിപ്പിച്ച തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാം ഇവിടെ ഉണ്ടായത്. പക്ഷെ അത് നമ്മളുടെ സമൂഹത്തിന്റെ, നമ്മളുടെ നാടിന്റെ ഒരു ദുരനുഭവം മാത്രമാണ്. പക്ഷെ അതിന്റെ അപ്പുറത്ത് അതിനേക്കാൾ വലിയ സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഗൗരവം കൊടുക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ ഈ സംഘടനകൾക്കുള്ള ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഈ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥവും ആ ഖുർആനുമായി നമ്മൾക്കിടയിലേക്ക് കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിനെ വളരെ ഗൗരവത്തിൽ സമീപിക്കാനാണ് നമ്മൾ സന്നദ്ധമാകേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ ചോദ്യം ചോദിച്ചാൽ വളരെ നന്ദിയുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. മുഹമ്മദ് നബി പറഞ്ഞത് ഞാൻ നിങ്ങളിലേക്ക് വന്ന പ്രവാചകനാണെന്നാണ്. നിങ്ങളിലേക്ക്, എല്ലാ മനുഷ്യരിലേക്കും, അത് മലയാളിയോ ഇംഗ്ലീഷുകാരനോ അറബിയോ ആഫ്രിക്കക്കാരനോ ഇന്ത്യക്കാരനോ പാകിസ്ഥാനിയോ അമേരിക്കക്കാരനോ ആരുമാകട്ടെ, ലോകാവസാനം വരെയുള്ള സകല മനുഷ്യരിലേക്കുമായി പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിക്ക് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥമാണ് ഖുർആൻ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങളിൽ നിന്ന് അത് പിടിച്ചു വെക്കാൻ ലോകത്ത് ആർക്കും അവകാശമില്ല. കാരണം എന്നെ പടച്ചവൻ സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണോ അത്ര തന്നെ ശരിയാണ് നിങ്ങളെയും പടച്ചവൻ സൃഷ്ടിച്ചതാണെന്നുള്ളത്. എനിക്ക് പടച്ചവനിൽ എത്ര അവകാശമുണ്ടോ അത്ര തന്നെ നിങ്ങൾക്കും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മുഹമ്മദ് നബിയിൽ എത്ര അവകാശമുണ്ടോ അത്ര തന്നെ നിങ്ങൾക്കും അവകാശമുണ്ട്. എനിക്ക് ഖുർആനിൽ എത്ര അവകാശമുണ്ടോ അത്ര തന്നെ അവകാശം നിങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇത് നിങ്ങളുടെ ജന്മാവകാശമാണ്, ദൈവദത്തമായ അവകാശമാണ്. ഇത് പഠിക്കുക, പരിശോധിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങളീ പറയുന്ന സംഭവങ്ങളൊക്കെ എന്ന് ചെറിയ കാര്യങ്ങളാണ്. നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്ന വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾക്കിടയിലേക്ക് ഒരു പ്രവാചകൻ വരുന്നു, ആ പ്രവാചകന്റെ കയ്യിൽ ഒരു വേദഗ്രന്ഥം ഉണ്ടാകുന്നു. അത് പഠിക്കാനും പരിശോധിക്കാനും നമ്മൾ സന്നദ്ധമാകാതിരുന്നാൽ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാകാതെ പോയേക്കും. അതുകൊണ്ട് എല്ലാവരും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അതിനാണ് പരിശ്രമിക്കേണ്ടത്. അതിന് ഏത് തരത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മാത്രമാണ് വളരെ സ്നേഹത്തോടു കൂടി വിനയത്തോടു കൂടി സൂചിപ്പിക്കാൻ. والذين معه أشداء على الكفار رحماء